ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ശ്രീരാമദേവൻ അഗസ്ത്യാശ്രമത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം സഹോദരന്മാരോട് ഭരതനോടും ലക്ഷ്മണനോടും ശത്രുഘ്നോടും ഒരു യാഗം നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ കുറേ കാലമായി ഒരു യാഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചത്. അപ്പോൾ എന്ത് തരം യാഗം വേണം എന്നുള്ളതിനെക്കുറിച്ച് പൊതുവായി ഒരു ചർച്ച നടത്തുവാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അശ്വമേധയാഗം വളരെ ശ്രേഷ്ഠമായ ഒരു യാഗമാണ്. അത് പറഞ്ഞ് ലക്ഷ്മണൻ അശ്വമേധയാഗത്തിൻ്റെ ഒരു സംഭവം വിശദീകരിക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ അപകടകരമായ ഒരു സാഹചര്യത്തിൽപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാനായി നടത്തിയ യാഗമാണ് അശ്വമേധയാഗം. അപ്പം ആ യാഗത്തെക്കുറിച്ച് ലക്ഷ്മണൻ വിശദീകരിച്ചു. ഒരിക്കൽ ഒരു യക്ഷൻ, ചിത്രകേതു എന്നാണ് യക്ഷൻ്റെ പേര്. ഇപ്പം ചിത്ര എന്ന പേര് ശ്രീപാർവതിയുടേതാണ്. അപ്പം ശ്രീപാർവതിയുടെ പേര് തനിക്ക് ലഭിച്ചു എന്ന നിലയിൽ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ചിത്രകേതു. യക്ഷനാണ്. ചിത്രകേതുവിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ചിത്രകേതുവും ഭാര്യയും ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ അങ്കിരസിനെ ആരാധിച്ചു. അങ്കിരസ് പ്രസാദിച്ച് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. അതിലവർ സന്തുഷ്ടരായി കഴിയുകയാണ്. ഈ സമയം കുഞ്ഞ് മരണപ്പെട്ടു. യാദൃശ്ചികമായി തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞ് മരണപ്പെട്ടതിൽ അവർ അതീവ ദുഃഖിതരായി വീണ്ടും അങ്കിരസിനെ കഠിന തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് തൻ്റെ കുഞ്ഞിനെ പുനരുജ്ജീവിപ്പിച്ചു. ഇവരുടെ തീവ്രമായ ഭക്തിയിൽ ബ്രഹ്മദേവനും നാരദ മഹർഷിയൊക്കെ വളരെ സന്തോഷിച്ചു. ഇവർ ബ്രഹ്മദേവനെ ധ്യാനിക്കാൻ തുടങ്ങി. സാധാരണ നിലയിൽ ഒരു യക്ഷൻ ധ്യാനിക്കുന്നതിനപ്പുറമായുള്ള ഒരു ധ്യാനം ചിത്രകേതു നടത്തി. അപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ബ്രഹ്മജ്ഞാനം നൽകി. ബ്രഹ്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ചിത്രകേതു വീണ്ടും ധ്യാനിച്ചു നാരദ മഹർഷിയെ. അപ്പോൾ നാരദ മഹർഷി പ്രത്യക്ഷനായി ആധ്യാത്മജ്ഞാനം കിട്ടി. അപ്പം ആധ്യാത്മജ്ഞാനം കിട്ടിയപ്പോൾ യക്ഷൻ ഗന്ധർവനായി മാറി. ഗന്ധർവനായി മാറിക്കഴിഞ്ഞപ്പോൾ ചിത്രകേതുവിന് വളരെ വലിയ സന്തോഷവും പെട്ടെന്ന് ഒരു മനസ്സിൻ്റെ ഭാവമൊക്കെ മാറി. എല്ലായിടവും കറങ്ങി നടക്കണം എന്നൊരു തോന്നലൊന്ന്, കൈലാസത്തേക്കൊന്ന് പോയാലോ, കൈലാസം വഴി ഒന്ന് പോയാലോ എന്നിങ്ങനെ വിചാരിച്ചു. ശ്രീപാർവതിയുടെ നാമമാണല്ലോ ചിത്രകേതു എന്നുണ്ട്, ചിത്ര. അപ്പോൾ ആ പേരുകാരൻ ആണ് എന്ന നിലയിൽ മുമ്പ് അഭിമാനിച്ചിരുന്ന ചിത്രകേതു
അതൊക്കെ അങ്ങ് മറന്നു. ഗന്ധർവനായപ്പോൾ ഗന്ധർവനായതിൻ്റെ ഒരു സന്തോഷത്തിൽ കൈലാസം വഴി വന്നു. കൈലാസം വഴി വരുമ്പോൾ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും കണ്ടു. ശ്രീപരമേശ്വരൻ്റെ വലത് തുടയിൽ ശ്രീപാർവതി ഇരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ ചിത്രകേതുവിന് ഒന്ന് കളിയാക്കി ചിരിക്കാൻ തോന്നി. ചിത്രകേതു ഇങ്ങനെ ഒരു കളിയാക്കി ഒരു ചിരിച്ചു. അപ്പോൾ ഈ ചിരി ശ്രീപാർവതി കണ്ടു. ശ്രീപാർവതി ശപിച്ചു, അസുരനായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ചിത്രകേതു മരണപ്പെടുകയും പിന്നീട് അസുരനായി ജനിക്കുകയും ചെയ്തു. വൃതാസുരൻ എന്ന പേരിലാണ് പിന്നീട് ചിത്രകേതുവിൻ്റെ ജനനം. അങ്ങനെ ചിത്രകേതു വൃതാസുരനായി മാറിയ ശേഷം ഗന്ധർവൻ്റെയും യക്ഷൻ്റെയും സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അസുരൻ്റേത്. അസുരനായി വളർന്നു വരികയായിരുന്നു. ഈ അവസരത്തിൽ ഇന്ദ്രനും ത്വഷ്ടാവും തമ്മിൽ ഒരു വലിയ സംഘർഷം നിലനിൽക്കുകയാണ്. ത്വഷ്ടാവ് അത് വളരെ രൂക്ഷമായ നിലയിലുള്ള വൈരാഗ്യമായി വളർന്നിരുന്നു. ത്വഷ്ടാവിനെ എങ്ങനെ അപകടപ്പെടുത്താമെന്ന നിലയിൽ ഇന്ദ്രൻ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ത്വഷ്ടാവിൻ്റെ പുത്രനായി വളർന്നു വന്ന തൃശിരസിനെ, വിശ്വരൂപനെ ഇന്ദ്രൻ വധിക്കുന്നത്. ഇന്ദ്രൻ അത് ചതിയിൽ കൂടെ വധിച്ചു എന്നാണ് ത്വഷ്ടാവ് വിശ്വസിക്കുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ത്വഷ്ടാവ് ഒരു അഥർവ ഹോമം നടത്തി. വളരെ കഠിനമായ ഹോമമായിരുന്നു അഥർവ ഹോമം. ദുർമന്ത്രവാദം എന്നൊക്കെ പറയുന്ന നിലയിലുള്ള ഒരു ഹോമമാണ് അഥർവ വേദങ്ങൾ, അഥർവ ഹോമം. അഥർവ ഹോമത്തിൽ നിന്നും ഒരു പുരുഷൻ ജനിച്ചു വന്നു. വളരെ വലിയ ആകാരത്തോടുകൂടി, അസാമാന്യമായ വലിപ്പത്തോടുകൂടി, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ ശരീരപ്രകൃതിയോടുകൂടിയാണ് ഈ പുത്രൻ ത്വഷ്ടാവിന് ജനിച്ചത്. ആ പുത്രൻ ത്വഷ്ടാവിനോട് ചോദിച്ചു, പിതാവേ, നാം എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് കൽപ്പിക്കണം. കടൽ കുടിച്ച് വറ്റിക്കണമോ? നാം തയ്യാർ. അതോ ഏതെങ്കിലും പർവ്വതങ്ങളെ എടുത്തുകൊണ്ടുവരണമോ? അതിനും നാം തയ്യാർ. എന്ത് കൽപ്പിച്ചാലും അത് നാം ചെയ്യാൻ തയ്യാറാണ് എന്നിങ്ങനെ ആ പുരുഷൻ ത്വഷ്ടാവിനോട് മറുപടി പറഞ്ഞു. അപ്പോൾ ത്വഷ്ടാവ് പറഞ്ഞു, എനിക്ക് വേണ്ടത് നീ ഇന്ദ്രനെ വധിക്കുക എന്നുള്ളതാണ്. നീ ദേവേന്ദ്രനെ വധിക്കണം. ദേവേന്ദ്രവധമാണ് നാം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ ഈ പുരുഷൻ ദേവേന്ദ്രനെ വധിക്കുവാൻ തയ്യാറായി. അതിനായി തയ്യാറെടുത്തു. ഇതറിഞ്ഞ ദേവേന്ദ്രൻ ഭയന്ന് ഓടി ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, ത്വഷ്ടാവ് നമ്മുടെ ഭക്തനാണ്, ത്വഷ്ടാവിൻ്റെ പുത്രനാണ്. ഇപ്പോൾ പിറന്നിരിക്കുന്ന
വ്രതൻ്റെ പശ്ചാത്തലം ബ്രഹ്മദേവൻ അറിയാം. പഴയ ചിത്രകേതു പുതിയ രൂപത്തിൽ പിറന്നിരിക്കുന്നതാണ്. എൻ്റെ ഭക്തനാണ്, നമുക്ക് വധിക്കാനാവില്ല. വ്രതനെ വധിക്കുവാൻ ഇന്ദ്രൻ തന്നെ തയ്യാറാകണം. അതിന് നാം ഒരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ദധീചൻ എന്ന മുനിയുടെ അസ്ഥി കൊണ്ട് വജ്രായുധം ഉണ്ടാക്കി ആക്രമിച്ചാൽ വൃതാസുരനെ വധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ദധീചനെ വധിച്ചാൽ മാത്രമേ ദധീചൻ്റെ അസ്ഥി കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ദധീചൻ സ്വയം അസ്ഥി നൽകണം. ഒരു ഋഷീശ്വരനായ ദധീചനെ എങ്ങനെ വധിക്കുക? വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സപ്തർഷികളോട് ദേവേന്ദ്രൻ അഭ്യർത്ഥിച്ചു, ദധീചൻ്റെ കൈവശത്തു നിന്നും ദധീചൻ്റെ അസ്ഥി വാങ്ങിത്തരണമെന്ന്. സപ്തർഷികൾ ഇതൊരു നിയോഗമായി എടുത്തു. അവർ ദധീചനോട് സംസാരിച്ചു. ദധീചൻ പറഞ്ഞു, സ്വർഗരാജ്യത്തെ സേവിക്കുവാനും ഇന്ദ്രൻ്റെ ആവശ്യം നിറവേറ്റുവാനും നമുക്ക് കിട്ടുന്ന ഒരവസരം ഒരു സൗഭാഗ്യമായി നാം കാണുന്നു. നമ്മുടെ അസ്ഥികൾ കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ദധീചൻ മൃത്യു വരിച്ചു. അസ്ഥികൾ ദേവേന്ദ്രന് വജ്രായുധം നിർമ്മിക്കുവാനായി നൽകി. ഈ അസ്ത്രം ഉപയോഗിച്ച്, ഈ വജ്രായുധം ഉപയോഗിച്ച് വൃതാസുരനെ വധിക്കുവാൻ ദേവേന്ദ്രൻ അതിനുള്ള വഴികൾ ഒരുക്കി. വൃതാസുരനെ വെറുതെ വധിക്കാൻ പറ്റത്തില്ല. മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവില്ല. അത് ഏതെങ്കിലും മാർഗത്തിലൂടെ, വളഞ്ഞ വഴിയിലൂടെ മാത്രമേ കഴിയൂന്ന് ദേവേന്ദ്രൻ അറിയാം. ദേവേന്ദ്രൻ സപ്തർഷികളോട് തന്നെ അഭ്യർത്ഥിച്ചു, വൃതാസുരനുമായി സന്ധി ചെയ്യണമെന്ന്. അപ്പം സപ്തർഷികൾ വൃതാസുരനെ കണ്ട് ദേവേന്ദ്രനുമായി സന്ധി ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ വൃതാസുരനും ദേവേന്ദ്രനുമായി സന്ധി ചെയ്യപ്പെട്ടു. പക്ഷെ ദേവേന്ദ്രൻ്റെ മനസ്സിൽ വൃതാസുരൻ എന്നും തനിക്കൊരു ശത്രുവാണെന്നും താൻ വൃതാസുരനാൽ വധിക്കപ്പെടുമെന്നും ദേവേന്ദ്രന് ഭയമുണ്ട്. ഇപ്പോൾ വൃതാസുരനെ പാട്ടിലാക്കുവാൻ ചില മാർഗങ്ങൾ ദേവേന്ദ്രൻ ആലോചിച്ചു. രംഭയെ കണ്ടു. രംഭയെ വിളിപ്പിച്ച് വൃതാസുരനെ മയക്കി നിന്റെ ഇംഗിതത്തിന് അനുസരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു നിർദ്ദേശിച്ചു. വൃതാസുരൻ പോകുന്ന വഴിയിൽ രംഭ തോഴിമാരുമായി നിന്ന് നൃത്തം ചെയ്യുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ വൃതാസുരന് രംഭയോടൊരു കമ്പം തോന്നി. വൃതാസുരൻ രംഭയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. രംഭ സമ്മതിച്ചു. വൃതാസുരൻ ചോദിക്കുന്ന ഒരു കാര്യവും തടസ്സം പറയരുത് എന്നാണ് ദേവേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃതാസുരൻ ചോദിച്ച നിമിഷം തന്നെ രംഭ വൃതാസുരനെ വിവാഹം കഴിക്കാൻ സമ്മതം നൽകി. അങ്ങനെ വൃതാസുരൻ രംഭയെ വിവാഹം കഴിച്ചു. രംഭയെ വിവാഹം കഴിച്ച് ആ ദിവസം തന്നെ രംഭ വൃതാസുരനോട് വളരെ വലിയ ലോഹ്യമായിരുന്നു, വളരെ വലിയ പ്രണയത്തിലാണല്ലോ വിവാഹിതരായത്. രംഭ ധാരാളമായി മദ്യം നൽകി. വൃതാസുരന് മദ്യം നൽകി
വൃതാസുരനെ മയക്കി. വൃതാസുരനെ മയക്കി അബോധാവസ്ഥയിൽ വന്ന വൃതാസുരനെ ദേവേന്ദ്രൻ തൻ്റെ കയ്യിലെ വജ്രായുധം ഉപയോഗിച്ച് വധിച്ചു. വാസ്തവത്തിൽ ഇതൊരു പുരോഹിതനാണ്, പുരോഹിതപുത്രനാണ് വൃതാസുരൻ. പുരോഹിതനായി വളർന്നു വന്ന ആളാണ്. ഒരു പുരോഹിതനെ വധിച്ചു എന്നുള്ളത് ഒരു വലിയ ശാപമായി മാറി. അപ്പൊ ഈ ശാപം കഴുകിക്കളയാൻ, ശാപം ഇല്ലായ്മ ചെയ്യുവാൻ എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ദേവേന്ദ്രൻ മുനിമാരുമായും സപ്തർഷിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. ഒരു പുരോഹിതനെ വധിക്കിയ വഴി ഇന്ദ്രൻ കൊടിയ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് സപ്തർഷികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. കാരണം സപ്തർഷികൾ മുൻകൈയെടുത്താണല്ലോ ദേവേന്ദ്രനും വൃതാസുരനും തമ്മിൽ സന്ധിയിലേർപ്പെട്ടത്. ആ വൃതാസുരനെ ചതിച്ച് കൊല്ലുക എന്ന് പറയുന്നത് സപ്തർഷികൾക്ക് പോലും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും സപ്തർഷികൾ പറഞ്ഞു ദേവേന്ദ്രനോട് ഒരു യാഗം നടത്തുവാൻ, അശ്വമേധ യാഗം നടത്തുവാൻ പറഞ്ഞു. യാഗം നടത്തി അവസാനം യാഗാവിശിഷ്ടം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ ദേവേന്ദ്രൻ നടത്തിയ ഒരു യാഗമാണ് അശ്വമേധ യാഗം. ആ യാഗത്തിന് ഒടുവിൽ 4 പാപങ്ങൾ, 4 മാലിന്യങ്ങൾ, 4 ബുദ്ധിമുട്ടുകൾ രൂപം കൊണ്ടു. ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീ എന്നിവയ്ക്കായി നൽകി. ഭൂമി കുഴിനിറയും, അത് ഉപ്പ് തറയായി കണക്കാക്കി. ജലം ചേരുന്നിടം വലിപ്പമടയും, അത് കുമിളയും നിരയുമാക്കി മാറ്റി. മരം മുറിഞ്ഞാലും മരിക്കില്ല, അത് കറയായി കാണാൻ തുടങ്ങി. സ്ത്രീ കാമം ഒഴിയാതെ നിൽക്കും, അത് പ്രതിമാസം രജോരൂപത്തിൽ അഴുക്ക് പുറത്തേക്ക് കളയും. മറ്റ് അഴുക്ക് കഴുകിക്കളഞ്ഞത് കരുഷം, അംഗമലതം എന്ന നിലയിൽ ദേവേന്ദ്രൻ നിർവഹിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ്റെ അശ്വമേധയാഗം കഴിഞ്ഞു. ഇങ്ങനെ ദേവേന്ദ്രൻ തൻ്റെ ശാപമുക്തിക്കായി നടത്തിയ ഒരു യാഗത്തെക്കുറിച്ച് ലക്ഷ്മണൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇത് ദേവേന്ദ്രൻ മാത്രമല്ല, അശ്വമേധയാഗം വേറെയും ചില യാഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള നിലയിൽ ശ്രീരാമദേവൻ മറ്റൊരു യാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി.